നമസ്കാരം. ശിവാനന്ദലഹരിയിലെ 75-ാമത്തെ ശ്ലോകം. കല്യാണിനം സരസചിത്രഗതിം സവേഗം സർവേങ്കിതജ്ഞമനഘം ധ്രുവലക്ഷണാഢ്യം ചേതസ്തുരംഗമധിരുഹ്യ ചരസ്മരാരേ നേതസമസ്തജഗതാം വൃഷഭാധിരൂഢ. വൃഷഭാധിരൂഢ, കാളപ്പുറത്ത് സഞ്ചരിക്കുന്നവനും ഋഷഭത്തെ വാഹനമാക്കിയിട്ടുള്ളവനും സമസ്ത ജഗതാം, സമസ്ത ലോകത്തിൻ്റെയും നേതാവും സ്മരാരേ, കാമദേവൻ്റെ ശത്രുവും ആയിട്ടുള്ള കല്യാണിനം, ലക്ഷണം തികഞ്ഞതും സരസ ചിത്രഗതി, അതിമനോഹരമായ നടത്തത്തോടും സവേഗം, നല്ല വേഗതയുള്ളതും സർവേങ്കിതജ്ഞം, എല്ലാവരുടെയും ഇംഗിതം അറിയുന്നവനും. ഇവിടെ ഒരു കുതിരയോട് ഉപമിച്ചിരിക്കുകയാണ് മനസ്സിനെ. ആ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഓടിക്കുന്നവൻ്റെ അഭിപ്രായമെല്ലാം അറിയുന്നതും അനഘം, പാപരഹിതവും ധ്രുവലക്ഷണാഢ്യം, നല്ല ചുഴി രേഖകൾ മുതലായവ കൊണ്ട് ശോഭനമായതുമായ ചേതസ്തുരംഗം അധിരുഹ്യ ചര, എൻ്റെ മനസ്സാകുന്ന കുതിരയുടെ പുറത്ത് കയറി യഥേഷ്ടം സഞ്ചരിച്ചാലും. മനസ്സിനെ കുതിരയായി കൽപ്പിച്ചുകൊണ്ട് ഭഗവാനോട് കുതിര സവാരി ചെയ്യാൻ പ്രാർത്ഥിക്കുകയാണ്. ഭഗവാന്റെ വാഹനം കാളയാണ്. സാധാരണ സവാരി ചെയ്യാൻ സവാരിക്കാർക്ക് കുറച്ചുകൂടി നല്ലത് കാളയേക്കാൾ കുതിരയാണല്ലോ. ലക്ഷണം തികഞ്ഞതും നല്ല നടത്തം വശമുള്ളതും നല്ല വേഗമുള്ളതും സവാരിക്കാരൻ്റെ അഭിലാഷമറിയുന്നതും ദുർഗുണമൊന്നുമില്ലാത്തതുമാണ് ഈ കുതിര എന്ന് പറയുന്നത്. മനസ്സിനും ഈ ഗുണങ്ങളെല്ലാം ഉണ്ട്. ഒന്ന് മെരുക്കിയെടുക്കണമെന്ന് മാത്രം. കുതിരയെ ഇഷ്ടത്തിന് വിട്ടാൽ അവ കാട് കയറിപ്പോകും. മെരുക്കിയാലോ പരമ ഉപകാരിയാണ് താനും. മനസ്സിനും ഇത് ബാധകമാണ്. മനസ്സിനെ മെരുക്കുവാനുള്ള ഉപായം അതിനെ ഭഗവത് സഞ്ചാരത്തിനായി, ഭഗവത് ധ്യാനത്തിനായി വിട്ടുകൊടുക്കലാണ്. അത് സാധ്യമാക്കി തരണേ എന്നാണ് ഭംഗിപൂർവം പ്രാർത്ഥിക്കുന്നത്.